നമ്മളെങ്ങാടോ പോണേ? കോഴിക്കോട്ടിലേക്ക്. എന്തിനാ പോണേ? എയർപോർട്ടിലേക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് എല്ലാവരും പറയുന്ന പോലെ ഒരു മണ്ടി ഒലക്കയിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ അജ്ജു നമ്മുടെ ഫവാദിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഷാൻ ഉണ്ട്, അജ്ജു ഉണ്ട്, സിനാൻ ഉണ്ട്, ഫവാദ് ഉണ്ട്, മൂസിൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓന്റെ പെരേക്ക് എന്നപ്പോ ഓന്റെ അമ്മ പത്തിരി ഇറച്ചിക്കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ബീഫ് വരട്ടി ഉണ്ട് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, പള്ള അറച്ചാണ്ട് കയറ്റി. പത്തിരി അരച്ച് നിന്ന് പള്ള അറിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര എയർപോർട്ട് യാത്ര തുടങ്ങി കേട്ടോ. പള്ള അറിഞ്ഞു പത്തിരി ഇന്നേനി കുന്തളിപ്പാന്ന് അറിയില്ല, ചെക്കന്മാർക്ക് പിന്നെ എന്തോ ഗ്ലൂക്കോസ് കൂടി കയറിയ പോലെ എന്തൊക്കെ എനർജി കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. വണ്ടിക്ക് എണ്ണ കുടിക്കാൻ താഴ്ചോ പിന്നെ പെട്രോൾ പമ്പ് കയറ്റിയിട്ട് എണ്ണ അടിച്ചു കൊടുത്തു. നമ്മുടെ മാത്രം പള്ളാർച്ചപ്പല്ലോ പിന്നെ പൈസ ഒന്നും നോക്കില്ല, 1500 എറിഞ്ഞാണ്ട് കൊടുത്തു. പൈസ കൊടുക്കാൻ നോക്കിയപ്പോ ചെങ്ങായി അത് അങ്ങോട്ട് തിരിഞ്ഞേക്കണു. ഞാൻ ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് കൂടില്ല, അപ്പത്തേക്കും ചെക്കൻ ഇന്ന് തൂങ്ങാൻ തുടങ്ങി. കുറച്ച് അങ്ങോട്ട് പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ നിലാവത്തെ അഴിച്ചു വിട്ട കോഴിയപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പൊ കഥ അവസാനിക്കാൻ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലല്ലോ. നമ്മൾ ഇപ്പനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ ചെക്കന്റെ പേരാണ് ആശു. അപ്പൊ ഓന് ടാറ്റ ബൈ പറഞ്ഞു, യാത്രയായി. അപ്പൊ ബാക്കി പിന്നെ